ഐശ്വര്യത്തിനായി തിരുവോണം, അവിട്ടം, ചതയം എന്നീ ജന്മനക്ഷത്രക്കാർ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. തിരുവോണം ജന്മനക്ഷത്രം. ഇവരിൽ ദയ, ദാനശീലം, ഉദാരബുദ്ധി, ആകർഷകമായ ശരീര സൗന്ദര്യം, പരോപകാര തൽപരത ഇവ മുന്നിട്ടു നിൽക്കുന്നതായി കാണാം. ഇവർ ആത്മനിയന്ത്രണമുള്ളവരും ഭാവിയെപ്പറ്റി ചിന്താകുലരും തൊഴിലിൽ ആഭിമുഖ്യമുള്ളവരും അഭിമാനികളുമാണ്. എന്നാൽ തോൽവികളിൽ പെട്ടെന്ന് നിരാശപ്പെടുന്നവരും ചഞ്ചല ഹൃദയവും പരാശ്രയം തേടാത്തവരും അലസതാ മനോഭാവമുള്ളവരും മന്ദഗതിക്കാരുമാകുന്നു. ശാരീരിക ക്ലേശങ്ങൾ ഇവർക്കുണ്ടായിരിക്കും. അന്യരാൽ കബളിപ്പിക്കപ്പെടുന്നു. ഇവരുടെ ഉത്സാഹവും വളർച്ചയും കൂടിയും കുറഞ്ഞുമിരിക്കും. ഈശ്വരവിചാരം നിഷ്ഠതയോടെ ചെയ്യുന്നു. തിരുവോണം സ്ത്രീകൾ നല്ല മാതാവായിരിക്കുന്നു. മകം, പൂരം, ഉത്രം നക്ഷത്രങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങളാണ്. ചതയം, ഉത്രട്ടാതി, രേവതി എന്നിവ അശുഭ നക്ഷത്രങ്ങളും. രോഹിണി, അത്തം, തിരുവോണം ഈ നക്ഷത്രങ്ങൾ ജന്മാനുജന്മ നക്ഷത്രങ്ങളുമാകിയാൽ ശുഭകാര്യങ്ങൾക്ക് നന്ന്. രാഹു, ശനി, കേതു ദശാകാലങ്ങളിൽ അനിഷ്ടഫലമുണ്ടാകുന്നതിന് ദോഷപരിഹാര കർമ്മങ്ങൾ ഇക്കാലങ്ങളിൽ അഭികാമ്യം. നക്ഷത്രനാഥനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ദുർഗാദേവി, ഭദ്രകാളി ഇവരെ ഉപാസനം ചെയ്യുന്നതും നല്ലതാണ്. രാശ്യാധിപൻ ശനിയായതിനാൽ ശനിപ്രീതി കർമ്മങ്ങളും ശാസ്ത്രാഭജനവും ശനീശ്വര ഭജനവും അനുഷ്ഠിക്കേണ്ടത് വളരെ ഉത്തമമാണ്. തിരുവോണം ജന്മനക്ഷത്രക്കാരുടെ ഐശ്വര്യത്തിനായി ചെല്ലേണ്ട ഒരു നാമമാണ് ഓം വിഷ്ണവേ നമഃ. ഇവിടെ തിരുവോണം ജന്മനക്ഷത്രക്കാരുടെ നക്ഷത്രദേവത വിഷ്ണു ആയതിനാലാണ് ഇങ്ങനെ നാമം ജപിക്കുന്നത്. ഇങ്ങനെ നാമം ജപിക്കുക വഴി തിരുവോണം ജന്മനക്ഷത്രക്കാരിൽ ഐശ്വര്യം വന്നു ചേരുന്നു. തിരുവോണം ജന്മനക്ഷത്രക്കാരുടെ നക്ഷത്രമൃഗം വാനരൻ, പക്ഷി, കോഴി, വൃക്ഷം എരുക്, ഗണം ദേവഗണം, യോനി പുരുഷൻ, ഭൂതം വായു. അതുകൊണ്ടു തന്നെ ഈ ജന്മനക്ഷത്രക്കാർ നക്ഷത്ര പ്രാധാന്യമുള്ള മൃഗപക്ഷി വൃക്ഷാദികളെ സംരക്ഷിക്കുന്നത് കൊണ്ട് അവരുടെ ആയുരാരോഗ്യ ശ്രേയസ്സിന് ഉത്തമമാണെന്ന് ഉപദേശിച്ചു കാണുന്നു. അവിട്ടം. ഈ നക്ഷത്രത്തിൽ ജനിച്ചവരിൽ കാര്യക്ഷമതയും കർമ്മനിരത, കാര്യബോധം, ബുദ്ധിസാമർഥ്യം എന്നീ ഗുണങ്ങളും വളരെയധികം കാണപ്പെടുന്നു. സഹകരണ പ്രവർത്തനങ്ങളിലും ജീവിത സൗകര്യങ്ങൾ സുഗമമാക്കുന്നതിലും രഹസ്യ സ്വഭാവ പ്രകൃതരും സ്വജനപ്രിയരുമാണിവർ. സ്വന്തം കഴിവിൽ വിശ്വസിക്കുകയും പ്രയത്നിക്കുകയും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുകയും ചെയ്യുന്നതാണിവർ. ധനസമ്പാദ്യ മാർഗങ്ങളിൽ വളരെ ശ്രദ്ധാലുക്കളാണിവർ. ഇവർ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ച് തക്ക സമയത്ത് പ്രതികാരം ചെയ്യുന്നു. മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കുന്ന സ്വഭാവം തന്നിമിത്തം അപകടങ്ങളും അസ്വസ്ഥതകളും വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു. നല്ല കുടുംബജീവിതം ഇവർക്കുണ്ടാകും. അവിട്ടം നക്ഷത്ര സ്ത്രീകളിൽ അധികം പേരും സ്ഥിര സ്വഭാവമുള്ളവരും സൽക്കാരപ്രിയരും ശാരീരക്ലേശങ്ങളുമുള്ളവരുമായിരിക്കും. ധനപരമായി നല്ല നിലവാരം ഇവർക്ക് പറയാം. അവിട്ടം മകരരാശിക്കാർക്ക് മകം, പൂരം, ഉത്രം ഒന്നാം പാദം ഇവ പ്രതികൂല നക്ഷത്രങ്ങളാണ്. അവിട്ടം കുംഭരാശിക്കാർക്ക് ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങളും, പൂരുരുട്ടാതി, രേവതി, ഭരണി അശുഭ നക്ഷത്രങ്ങളും, മകീരം, ചിത്തിര, അവിട്ടം എന്നീ നക്ഷത്രങ്ങൾ ജന്മാനുജന്മ നക്ഷത്രങ്ങളും ആകയാൽ ശുഭകാര്യങ്ങൾക്ക് നന്ന്. എന്നാൽ മകീരം, ചിത്തിര വിവാഹത്തിന് വേദദോഷങ്ങൾ ഉള്ളതിനാൽ അവ യോഗ്യമല്ല. വ്യാഴൻ, ബുധൻ, ശുക്രൻ ഈ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ യഥായോഗ്യം അനുഷ്ഠിക്കേണ്ടതാണ്. നക്ഷത്രാധിപൻ ചൊവ്വ ആയതിനാൽ ചൊവ്വ പ്രീതീകരണ കർമ്മങ്ങളും സുബ്രഹ്മണ്യ ഭജനം, ഭദ്രകാളി ഭജനം എന്നിവയും അനുഷ്ഠിക്കേണ്ടതാണ്. രാശ്യാധിപൻ ശനി ആയതിനാൽ ശനിപ്രീതി കർമ്മങ്ങളും ശാസ്ത്രഭജനവും ശനീശ്വര പൂജയും അനുഷ്ഠിക്കുന്നത് ഉത്തമമായി കണക്കാക്കുന്നു. അവിട്ടം ജന്മനക്ഷത്രക്കാരുടെ ഐശ്വര്യത്തിനായി ചെല്ലേണ്ട ഒരു നാമമാണ് ഓം വസുഭ്യോ നമഃ. ഇവിടെ അവിട്ടം ജന്മനക്ഷത്രക്കാരുടെ നക്ഷത്രദേവത വസുക്കളായതിനാലാണ് ഇങ്ങനെ മന്ത്രോച്ചാരണം ചെയ്തത്. ഇങ്ങനെ മന്ത്രോച്ചാരണം ചെയ്യുന്നതിലൂടെ അവിട്ടം ജന്മനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നു. അവിട്ടം ജന്മനക്ഷത്രക്കാരുടെ നക്ഷത്രമൃഗം നരൻ, പക്ഷി, മയിൽ, വൃക്ഷം വനി, ഗണം അസുരഗണം, യോനി സ്ത്രീ, ഭൂതം ആകാശം. മേൽപ്പറഞ്ഞ മൃഗപക്ഷി വൃക്ഷാദികളെ വന്ദിക്കേണ്ടത് വളരെ ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. ചതയം നക്ഷത്രം. ആധ്യാത്മികതയും ഈശ്വരചിന്തയുമുള്ളവരും ജ്ഞാനവിജ്ഞാന കാംക്ഷികളുമാണ് ചതയം നക്ഷത്രക്കാർ. ഇവർ പ്രയത്നശീലരും കാര്യങ്ങൾ സമഗ്രമായി അറിയാൻ പാടുപെടുന്നവരുമാണ്. ശാസ്ത്രങ്ങളിലും കലാവിഷയങ്ങളിലും ഇവർ കൂടുതൽ താല്പര്യം കാണിക്കുന്നു.
ഇവരിൽ പലരും ഏകാന്ത ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നവരും വൈരാഗികളുമാണ്. ഇവർ അകമേ ചഞ്ചലഹൃദയരും പല ആശയങ്ങൾക്കു പുറകെ പോകുന്നവരും ജീവിതത്തിൽ അത് നിഗൂഢമായി പരീക്ഷിക്കുന്നവരുമാണ്. സ്വന്തം കുട്ടികളോടും അമ്മയോടും ഇവർ കൂടുതൽ വാത്സല്യം കാണിക്കുന്നു. അന്യർക്ക് വളരെ സഹായം ചെയ്യുന്നവരും അവർക്ക് സതുപദേശങ്ങൾ നൽകുന്നവരും സമൂഹത്തിൽ സമത്വം കൊണ്ട് എല്ലാ പേരോടും തുല്യ ബഹുമാനം കാണിക്കുന്നവരുമാണ്. മറ്റുള്ളവരെ അപ്പാടെ വിശ്വസിക്കുന്നില്ല. ഇവർ സൽസ്വഭാവികളും എന്നാൽ നിർബന്ധ ബുദ്ധിയുള്ളവരുമാണ്. ചതയം നക്ഷത്ര സ്ത്രീകൾ ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കുകയില്ല. ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം ചിത്തിര 1, 2 പാദങ്ങൾ എന്നീ പ്രതികൂല നക്ഷത്രങ്ങളാണ്. ഉത്രട്ടാതി അശ്വതി കാർത്തിക 3, 5, 7 നാളുകളായതിനാൽ നല്ല ബന്ധങ്ങൾക്ക് അത്ര ശുഭമല്ല. തിരുവാതിര ചോതി ചതയം ഈ നക്ഷത്രങ്ങൾ ശുഭകർമ്മങ്ങൾക്ക് പൊതുവെ നന്ന്. ഈ നക്ഷത്രക്കാർ ശനി, കേതു, സൂര്യൻ എന്നീ ദശകൾ അനിഷ്ടപ്രദങ്ങളാണ്. ഈ കാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. നക്ഷത്രാധിപൻ രാഹു ആയതിനാൽ രാഹുപ്രീതി, സർപ്പക്ഷേത്ര ദർശനം ഇവ അനുഷ്ഠിക്കണം. രാശ്യാധിപൻ ശനി ആയതിനാൽ ശനിപ്രീതിയും ശാസ്ത്രാഭജനവും വിധിപ്രകാരം അനുഷ്ഠിക്കുക. ചതയം ജന്മനക്ഷത്രക്കാർ അവരുടെ ഐശ്വര്യത്തിനായി ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് ഓം വരുണായ നമഃ. ഇവിടെ ചതയം ജന്മനക്ഷത്രക്കാരുടെ നക്ഷത്രദേവത വരുണൻ ആയതിനാലാണ് ഇങ്ങനെ മന്ത്രോച്ചാരണം ചെയ്യുന്നത്. ഇങ്ങനെ മന്ത്രോച്ചാരണം ചെയ്യുന്നതിലൂടെ ചതയം ജന്മനക്ഷത്രക്കാരിൽ ഐശ്വര്യം വന്നു ചേരുന്നു. ചതയം ജന്മനക്ഷത്രക്കാരുടെ നക്ഷത്രമൃഗം കുതിര, പക്ഷി, മയിൽ, വൃക്ഷം, കടമ്പ്, ഗണം, അസുരഗണം, യോനി, സ്ത്രീ, ഭൂതം, ആകാശം എന്നിവയാണ്. ആയതിനാൽ മേൽപ്പറഞ്ഞ മൃഗപക്ഷി വൃക്ഷാദികളെ വന്ദിക്കുന്നത് ദോഷപരിഹാരങ്ങൾക്ക് വളരെ നല്ലതായി കണക്കാക്കപ്പെടുന്നു. മറ്റു ജന്മനക്ഷത്രക്കാരെക്കുറിച്ച് അറിയുന്നതിനായി ഈ ചാനലിൽ മറ്റു ജന്മനക്ഷത്രക്കാരെക്കുറിച്ച് അറിവ് നൽകുന്ന വീഡിയോകൾ കാണുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ്.